നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്, 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കാട്ടിൽ കുടുങ്ങിയ നിയുക്ത MLA ആര്യാടൻ ഷൌക്കത്തിനെയും സംഘത്തെയും രക്ഷിച്ചു. കാട്ടിൽ കുടുങ്ങിയത് 2 മണിക്കൂർ. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ അപകടം. ഒരാളെ കാണാതായി, 3 പേർ നീന്തി രക്ഷപ്പെട്ടു. തെരച്ചിൽ തുടരുന്നു. മഞ്ചേശ്വരം വോർക്കാടിയിൽ ഉറങ്ങിക്കിടന്ന വൃദ്ധമാതാവിനെ മകൻ തീ കൊളുത്തിക്കൊന്നു. മകൻ പോലീസ് പിടിയിൽ. അയൽവാസിയെയും കൊല്ലാൻ ശ്രമം. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി അടിമാലി ടൗൺ. കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. വാഹനങ്ങൾക്ക് കുറുകെ ചാടിയും അപകടം. കാലങ്ങളായി തകർന്ന റോഡ് നന്നാക്കാൻ നടപടിയില്ല. മൂന്നാർ വട്ടവടവാസികൾ പ്രതിഷേധത്തിൽ. ടോപ്പ് സ്റ്റേഷൻ മുതൽ പാമ്പാടും ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗം ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയും രൂക്ഷമാണ്. വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നിലവിൽ 134 അടിയായി ഉയർന്നു. ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ വെള്ളം പുറത്തേക്കൊഴുക്കും. വയനാട്ടിൽ ശക്തമായ മഴയാണ്. ബത്തേരിയിൽ കല്ലൂർ പുഴ കര കവിഞ്ഞു. പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറി. കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ഇന്നലെ മലവെള്ളപ്പാച്ചിലുണ്ടായ ചൂരൽമലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ബെയിലി പാലം താൽക്കാലികമായി അടച്ചു. മഴ കുറയുന്നതുവരെ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടില്ല. കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ഇരുവഴിഞ്ഞിയിലും ചെറുപുഴയിലും ജലനിരപ്പുയർന്നു. മുക്കം പുൽപ്പറമ്പ് കൂളിമാട് റോഡ്, പുൽപ്പറമ്പ് നായർക്കുഴി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ മഴ നാശം വിതച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി. മാങ്കുളത്ത് സുകുമാരൻകട പാമ്പുംകയം റോഡ് ഒലിച്ചുപോയി. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകൂട്ടി 5 ഷട്ടറുകളും ലോവർ പെരിയാർ 5 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകൂട്ടിയും ലോവർ പെരിയാറും 5 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ മഴയാണ്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പട്ടാമ്പി കീഴായൂരിൽ പുഴ കര കവിഞ്ഞു. നമ്പ്രം റോഡ് വെള്ളത്തിനടിയിലായി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ഇതേ തുടർന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി കരയിലേക്ക് മാറ്റി. സമീപത്തെ പാടശേഖരങ്ങളും വെള്ളത്തിൽ മുങ്ങി. തൊടുപുഴയാർ കര കവിഞ്ഞ് KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറി. മൂവാറ്റുപുഴയിൽ വീടുകളിലും വെള്ളം കയറി. തിരുവനന്തപുരം പുതുക്കുറിശ്ശിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാട്ടിൽ കുടുങ്ങിയ നിയുക്ത MLA ആര്യാടൻ ഷൌക്കത്തിനെയും പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇക്കരെ എത്തിച്ചു. 2 മണിക്കൂറോളമാണ് ഷൌക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങിയത്. എഞ്ചിൻ തകരാറ് പരിഹരിച്ചതിനു ശേഷം ഇവരെ പിന്നീട് ചാലിയാർ പുഴയുടെ മറുകരയിൽ എത്തിക്കുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടെ മൃതദേഹം വാണിയമ്പുഴയിലെത്തിച്ച് മടങ്ങവെയാണ് സംഭവം. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പൊന്മുടി അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ പരമാവധി ജലനിരപ്പായാൽ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്കൊഴുക്കും. ജില്ലയിൽ സാഹസിക ജലവിനോദങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിൽ ഇന്ന് പകലും രാത്രിയും യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്താണ് തീരുമാനം. അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. അതിശക്തമായ മഴ തുടരുന്നതിനാൽ കോട്ടയം ജില്ലയിലെ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ജൂൺ 30 വരെ നിരോധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ അപകടം. ഒരാളെ കാണാതായി, 3 പേർ നീന്തി രക്ഷപ്പെട്ടു. പുതുക്കുറിച്ചി തൈരുവിൽ തൈവിളാകം വീട്ടിൽ ആന്റണിയെയാണ് കാണാതായത്. 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. രാവിലെ 6:30ഓടെയാണ് സംഭവമുണ്ടായത്. മത്സ്യബന്ധനത്തിനായി പോകുമ്പോഴായിരുന്നു അപകടം. മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും തെരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരം പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷം. 3 വീടുകൾ ഏത് നിമിഷവും കടലെടുക്കാൻ സാധ്യത. പള്ളിത്തുറയിൽ VSSC നോർത്ത് ഗേറ്റിന് സമീപമാണ് കടലാക്രമണം രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച കടലാക്രമണത്തിൽ നിരവധി തെങ്ങുകൾ കടലെടുത്തു. 3 മീറ്റർ കൂടി കടൽ കയറിയാൽ വീടുകളും തകരും. ചാക്കുകളിൽ മണൽ നിറച്ച് കടലാക്രമണം ചെറുക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചതായി കൗൺസിലർ മേടയിൽ വിക്രമൻ പറഞ്ഞു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് എറണാകുളം ഏലൂർ നഗരസഭയിലെ ബോസ്കോ കോളനിയിൽ വെള്ളം കയറി. 45ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നഗരസഭയിലെ ബോസ്കോ കോളനി, പവർലൂം, അംഗനവാടി എന്നീ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി 1 മണി മുതൽ വെള്ളം കയറിയത്. രാത്രി ഒരു 12 മണിയായപ്പോൾ തൊട്ട് വെള്ളം കയറി തുടങ്ങിയതാണ്. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ലെവലിലായി. നല്ല സ്പീഡിലാണ് വെള്ളം കയറി. 4-5 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പിന്നെ കുറച്ച് പേര് നമ്മളെ സ്കൂളിലേക്ക്, ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാണ്ടാണ് ഇത്രയും വെള്ളം മുങ്ങി വന്നത്. രാത്രി ആയതുകൊണ്ട് ഓരോരുത്തർ അറിയിച്ചതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാ വീട്ടിലും തൊട്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. തൃശൂർ വാഴച്ചാലിൽ കാട്ടാന ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ ആളുകൾ കാണുന്നത്. പിന്നീട് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ അടച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ രക്ഷപ്പെടുത്തിയത്. 3 മണിക്കൂർ സമയമെടുത്താണ് ആന പുഴ കടന്നത്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലമ്പൂർ വാണിയമ്പുഴ ആദിവാസി നഗറിലെ ബില്ലിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ചാലിയാർ കടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹം മാറ്റി. കനത്ത കുത്തൊഴുക്കിനെ തുടർന്നാണ് മൃതദേഹം എത്തിക്കാൻ സാധിക്കാതെ പോയത്. ഇന്നലെ വൈകിട്ടാണ് വാണിയമ്പുഴ ആദിവാസി നഗറിലെ ബില്ലി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടിലേക്ക് കൂൺ ശേഖരിക്കാൻ പോയ ബില്ലിയെ വീട്ടുകാർ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നെഞ്ചിലും കൈയിലും ഗുരുതരമായി പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ചാലിയാർ കടന്ന് മൃതദേഹം എത്തിക്കേണ്ടത് വെല്ലുവിളിയായി. നിറഞ്ഞൊഴുകുന്ന ചാലിയാറിനെ മറികടക്കുക അസാധ്യമായിരുന്നു. മൃതദേഹം എത്തിക്കാൻ പുറപ്പെട്ട ഫയർഫോഴ്സ് സംഘം ഒഴുക്കിൽപ്പെട്ടു. തുരുത്തിലകപ്പെട്ട ഇവരെ രാത്രിയിലാണ് സുരക്ഷിതമായി തിരികെ എത്തിച്ചത്. രാവിലെ ചാലിയാറിലെ കുത്തൊഴുക്ക് ഒരൽപ്പം കുറഞ്ഞതോടെയാണ് മൃതദേഹം എത്തിക്കാൻ സാധിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. നിലമ്പൂരിൽ ഈ വർഷം 2ാം തവണയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനി കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് മഞ്ചേശ്വരം വോർക്കാടിയിൽ ഉറങ്ങിക്കിടന്ന വൃദ്ധമാതാവിനെ മകൻ തീ കൊളുത്തി കൊലപ്പെടുത്തി. മെൽവിൻ മൊണ്ടേരയാണ് മാതാവ് ഹിൽഡ ഡിസൂസയെ കൊലപ്പെടുത്തിയത്. അയൽവാസിയായ ലോലിത എന്ന യുവതിയെയും മെൽവിൻ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിയിലാണ് ഉറങ്ങിക്കിടന്ന വൃദ്ധമാതാവിനെ മകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. മൃതദേഹം വീടിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം അയൽവാസിയും ബന്ധുവുമായ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോർക്കാടി നല്ലങ്കിയിലെ പരേതനായ ലൂയിസ് മൊന്തേരയുടെ ഭാര്യ ഹിൽഡ മൊന്തേരയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അയൽവാസിയും ബന്ധുവുമായ വിക്ടറിന്റെ ഭാര്യ ലോലിതയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മകൻ മെൽവിൻ മൊന്തേരയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവരെ പറ്റിയിട്ടുള്ളവർ കൂടുതലായിട്ട് ഇവരെ കറിയല്ല. മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസിക്കുന്നത്. മകനെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചായി മയക്കുമരുന്നിൻ്റെ കുറച്ച് ഇതുണ്ടെന്നാണ് കുറച്ച് വിവരം കിട്ടിയിട്ടുള്ളത്.
മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസമുള്ളത്. മറ്റേ മകൻ നമുക്ക് ഇവിടെ ജനങ്ങളായിട്ട് കൂടുതൽ ബന്ധം ഇല്ലെന്നാണ് വിവരം അറിയുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മെൽവിനും മാതാവ് ഹിൽഡയും മാത്രമാണ് വീട്ടിൽ താമസം. മറ്റൊരു മകൻ അൽവിൻ മൊന്തേരെ വിദേശത്താണ്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു മാതാവ് ഹിൽഡ. ഇതിനിടയിൽ മകൻ മാതാവിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം മൃതദേഹം വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തള്ളുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ബന്ധുവായ ലോലിതയെ മെൽവിൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീടിനകത്ത് കയറിയ ഉടൻ ലോലിതയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം മെൽവിൻ കടന്നു കളഞ്ഞു. നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇതിനിടയിൽ മെൽവിൻ മൊന്തേരെ സ്ഥലം വിട്ടിരുന്നു. ഇയാൾ കർണാടകയിലേക്ക് കടന്നതായി സംശയിക്കുന്നു. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ഒളിവിലാണ്. ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ജാമ്യം അനുവദിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ സമർത്ഥമായ അന്വേഷണത്തിലാണ് തങ്ങളുടെ ഭാഗത്തെ 100% സത്യവും ജീവനക്കാരുടെ ഭാഗത്തെ 100% കള്ളവും ബോധ്യപ്പെട്ടതെന്ന് നടൻ കൃഷ്ണകുമാർ. ജീവനക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. വിധിയിൽ ദിയാകൃഷ്ണയും അതീവ സന്തോഷത്തിലാണെന്നും കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ആദ്യം ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. എഫ്ഐആർ നമ്മുടെ പേരിൽ വരുന്നു. അതൊരു കൗണ്ടർ കേസിലായിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് എനിക്കൊന്നൊരാഴ്ചക്കകത്ത് സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഏറ്റവും നല്ല രീതിയിൽ അന്വേഷിച്ച് കൃത്യമായ രേഖകൾ കോടതിയിൽ കൊടുത്താൽ മാത്രമേ ഇങ്ങനൊരു വിധി വരൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നിരിക്കുന്നു. കിട്ടാവുന്ന രേഖകൾ ഇത്രയും പെട്ടെന്ന് സമയത്ത് കൊടുത്തിട്ട് നോക്കണം നമ്മളെ കൃത്യം എന്താ ആഗ്രഹിച്ചത്. കാരണം എനിക്കറിയാം ഞങ്ങളുടെ ഭാഗത്ത് 100%, 99% 100% ശരിയും അവരുടെ ഭാഗത്ത് 100% തെറ്റ്. ഒരു ആരോപണത്തിന് പോലും തെളിവില്ലായിരുന്നു. അത് കൃത്യമായി ഇന്നത് കണ്ടിരിക്കുകയാണ്. ആദ്യമേ വിഷയമൊന്നും ഞാൻ പുറത്തു കൊണ്ടുപോകാതെ ഞാൻ അവർക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കി ജീവിച്ചു പോകുന്ന പോട്ടെ നല്ലൊരു വഴി തുറന്നു കൊടുത്തു. പക്ഷേ ദൈവത്തിന് പോലും നിരക്കാത്ത പ്രവൃത്തിയെ ഞാൻ ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് ആ ദൈവം അവരെ കൊണ്ട് വീണ്ടും പരാതി കൊടുക്കാനും ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. കാരണം അവർക്ക് കാരാഗൃഹത്തിനകത്ത് കിടക്കണം. ഇങ്ങനെ തെറ്റ് ചെയ്തവർക്ക് ഇത്ര കടുത്തൊരു ശിക്ഷ കിട്ടണമെന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും. ശിക്ഷയൊന്നും ആയിട്ടില്ല, വരാൻ പോകുന്നുള്ളൂ. പക്ഷെ അത് വരും. സ്വാഭാവികമായിട്ടും അന്ന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെയധികം മെച്ചപ്പെട്ടു. അവൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. ചെക്കപ്പുള്ള ദിവസമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. കാരണം ഈ ആഴ്ച മുതൽ ഒരു 10 ദിവസത്തിനകത്ത് എപ്പോൾ വേണോ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനും പറഞ്ഞു ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ. പക്ഷെ അവൾ വീണ്ടും ഓഫീസിൽ പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മാനസികമായി വളരെ ഒരു ഉല്ലാസത്തിലാണ്, കാരണം വെച്ചാൽ ഉന്മാദത്തിലാണ്. കാസർഗോഡ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത വഴിയുള്ള ഗതാഗതം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അതേസമയം പാർശ്വഭിത്തിക്ക് മുകളിലെ വിള്ളൽ കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധന ഇനിയും വൈകും. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ ബേവിഞ്ചയിലാണ് മണ്ണിടിഞ്ഞ ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണം. പ്രവൃത്തി 4 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകിയിരുന്നു. പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ 5 ദിവസം കൂടി വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടറെ ദേശീയപാത നിർമ്മാണ കമ്പനി അറിയിച്ചു. എന്നാൽ 4 ദിവസം കൊണ്ട് തീർക്കണമെന്ന് കളക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ 24 മണിക്കൂറും ജോലിയെടുത്ത് 4 ദിവസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാമെന്ന് പ്രതിനിധികൾ ഉറപ്പു നൽകി. ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ 5 ദിവസത്തിനകം ഇതുവഴിയുള്ള ഗതാഗതവും പുനരാരംഭിക്കാനാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള കുന്നിൻ മുകളിലെ വിള്ളലുകൾ കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധന ഇനിയും വൈകും. കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായതാണ് കാരണം. ഡ്രോൺ പരിശോധന മഴയില്ലാത്ത സമയത്ത് മാത്രമേ നടത്താൻ കഴിയൂ. അടുത്ത ദിവസങ്ങളിൽ ജില്ലയിലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതോടെ പരിശോധന നീളാനാണ് സാധ്യത. മഴയെ നേരിടാമെങ്കിലും ശക്തമായ കാറ്റ് വീശിയടിക്കുന്നത് ഡ്രോൺ പറത്താൻ തടസ്സമാകും. പ്രദേശത്ത് വിള്ളലുള്ള കാര്യം സ്ഥിരീകരിച്ചെങ്കിലും എത്ര ദൂരത്തിൽ എവിടെയൊക്കെ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത 7 കിലോമീറ്ററിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്.
അപകട ഭീഷണിയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതോടെ കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇത് കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കിനാണ് ഇടയാക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. Pitapillil Agencies presents News 18 Anti-Drugs Awareness Campaign. Say no to drugs എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും. It is not drugs that will give us a high. Choose life. സമൂഹത്തിന്റെ അധപതനം ലഹരി എസ്കേപ്പിസം ആണ്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ വേണ്ടിയാണോ ക്യാമ്പസുകളിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. സ്റ്റാഫിന്റെ പേഴ്സണൽ ലൈഫ് നല്ലതായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഒരു ദൃശ്യം സിനിമ ഉണ്ടായിരുന്നു. എത്രമാത്രം ക്രൈമുകൾ അതിനുശേഷം കേരളത്തിൽ നടന്നു. സിനിമ എപ്പോഴും സിനിമയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെയും നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കില്ല. ഒരേ വഴിയിലീരാവോളം ഒഴുകി നാം. ഒരു നിമിഷത്തെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുമാണ് ലഹരി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ. ഞാൻ മലയാളം കുട്ടിയല്ല. പറയാതിരിക്കാൻ വയ്യ, വൻ വൈബാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എനർജി. Pitapillil Agencies presents Anti-Drugs Awareness Campaign 2025. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. Powered by Reliance Industries Limited and DMAC. തീയും പുകയൊന്നും പ്രശ്നമില്ല. അത് ഡിമാക്കിന്റെ WPC ബോർഡാ. ഡിമാക് ഗുഡിനേക്കാൾ ഗുഡാണ്. Banking partner South Indian Bank. Experience Next Gen Banking. Special partner Amrita Vishwavidyapeetham. Come become. In association with Poppy Umbrella. Aquila Finance Limited. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. Hawaii Steel Doors. Hawaii Steel Doors and Windows. The global standard doors and windows. IBIS Group of Institutions. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ കായംകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. സമയക്രമത്തെ ചൊല്ലിയാണ് തർക്കം. ഇരു കൂട്ടരും ബസ്സുകൾ അടിച്ചു തകർത്തു. അടൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീദുർഗ, ഹരിശ്രീ എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലാണ് സംഘർഷമുണ്ടായത്.
കണ്ണൂർ പയ്യന്നൂരിൽ വീട്ടിൽ കയറി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്നു. അന്നൂർ സ്വദേശിനി സാവിത്രിയുടെ 2.25 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. രാവിലെ 10:30യോടെയാണ് സംഭവമുണ്ടായത്. വായിൽ കൈ തിരുകിയ ശേഷമാണ് മോഷണം. തുടർന്ന് സാവിത്രിയെ തള്ളിയിട്ട ശേഷം രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നീല കോട്ട് ധരിച്ച ഇയാൾ രക്ഷപ്പെടുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി അടിമാലി ടൗൺ. കൂട്ടമായി എത്തുന്ന തെരുവ് നായ്ക്കൾ നിരവധി പേരെയാണ് ആക്രമിക്കുന്നത്. അടിമാലി ടൗണിൽ തമ്പടിച്ചിട്ടുള്ള തെരുവ് നായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. കൂട്ടം കൂടുന്ന തെരുവ് നായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രക്കാരെ ആക്രമിക്കുന്നതും പതിവാണ്. നമ്മുടെ സംസ്ഥാനത്താകെ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേളയുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. രാത്രികാലങ്ങളിലാണ് നായശല്യം രൂക്ഷം. ടൗണിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന സെസ്ട്രൽ ജംഗ്ഷൻ ഭാഗത്താണ് തെരുവ് നായ്ക്കൾ കൂട്ടം കൂടുന്നത്. ദൂരസ്ഥലങ്ങളിലേക്ക് ബസ് കാത്തു നിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാനെത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുമെല്ലാമാണ് ഇവിടെ എത്തുന്നത്. തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി ടൗൺ മാറിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 അടിമാലി. മൂന്നാർ വട്ടവട റോഡ് തകർന്നിട്ട് കാലങ്ങളായെങ്കിലും നന്നാക്കാൻ നടപടിയില്ല. ടോപ്പ് സ്റ്റേഷൻ മുതൽ പാമ്പാടും ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗമാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണിവിടം. അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാൽനട യാത്ര പോലും അസാധ്യമായ അവസ്ഥയിലാണ് ടോപ്പ് സ്റ്റേഷൻ മുതൽ പമ്പാടും ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള റോഡ്. കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. വട്ടവട മേഖലയിൽ നിന്നുള്ള ജനങ്ങളും വട്ടവട ടോപ്പ് സ്റ്റേഷൻ മേഖലകളിലെത്തുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും ദൈനംദിന യാത്ര ചെയ്യുന്നത് ഇതുവഴിയാണ്. എന്നാൽ ടോപ്പ് സ്റ്റേഷൻ മുതൽ പമ്പാടും ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള 8 കിലോമീറ്ററോളം റോഡ് വലിയ തോതിൽ തകർന്നു കിടക്കുമ്പോൾ അധികൃതർ ഇടപെടാത്തതിലാണ് വൻ പ്രതിഷേധമുയരുന്നത്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകുന്ന വഴിക്ക് ടോപ്പ് സ്റ്റേഷനിൽ 8 കിലോമീറ്റർ റോഡുകൾ വർഷങ്ങളായി ശോചനാവസ്ഥയിലാണ്. ഈ റോഡിന് ഉടൻ തന്നെ തമിഴ്നാട് സർക്കാരാണ് ഈ റോഡ് ചെയ്യേണ്ടത്. ഈ റോഡിൽ കൂടെ വട്ടവടയിലേക്ക് പോകുന്ന നിരവധിയായ ടൂറിസ്റ്റുകൾ ടോപ്പ് സ്റ്റേഷൻ കാണാനും വട്ടവടയ്ക്ക് പോകാനും നിരവധിയായ ടൂറിസ്റ്റുകളും അതുപോലെ വട്ടവടയിലെ സാധാരണക്കാര കൃഷിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്ന ഈ വഴി ശോചനീയാവസ്ഥ കുണ്ടും കുഴിയുമായതുകൊണ്ട് ആശുപത്രിയിൽ പോലും പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. അടിയന്തരമായി റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മഴക്കാലമായതോടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് റോഡിൽ വെള്ളക്കെട്ടുമുണ്ടായി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽപ്പെട്ട് പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇടപെട്ടില്ലെന്നാണ് ആക്ഷേപം. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 മൂന്നാർ. കാസർഗോഡ് ജില്ലയിലെ PCK ഗോഡൌണുകളിൽ കെട്ടിക്കിടന്ന എൻഡോസൾഫാൻ ബാരലുകളിലേക്ക് മാറ്റുന്ന നടപടി പൂർത്തിയായി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന ഓപ്പറേഷൻ ബ്ലോസം നടപ്പാക്കിയത്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന സുപ്രധാന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രാജപുരം, പെരിയ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിലെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന 1105 ലിറ്റർ എൻഡോസൾഫാനാണ് നിർവീര്യമാക്കുന്നത്. ആദ്യ നടപടിയായി പെരിയയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന 700 ലിറ്റർ എൻഡോസൾഫാൻ പുതിയ ബാരലിലേക്ക് മാറ്റി. രാജപുരത്ത് സൂക്ഷിച്ചിരിക്കുന്ന 405 ലിറ്റർ ദ്രാവകലായനിയും ചീമേനിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖരരൂപത്തിലുള്ള എൻഡോസൾഫാനും മറ്റൊരിടത്തേക്ക് മാറ്റി നിർവീര്യമാക്കും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെ വിദഗ്ധ സംഘമാണ് രാസകീടനാശിനി നിർവീര്യമാക്കുന്നത്. In compliance to the Honorable NGT directions, the team visited 4 estates of PCK Limited in November 2024 and we have done the preliminary survey. Then later we felt that as there are some the leakages dumps are there, in order to ensure and to secure them, we have planned this program. Now as a part of that, we came to 4 estates where all the dumps which are there, endosulfan dump that has been shifted to new dumps and we have secured them now and the report will be filed before NGT suggesting how this the waste has to be disposed of. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മിഞ്ച പദവിയിലെ കശുമാവിൻ തോട്ടത്തിൽ അശാസ്ത്രീയമായി എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ കേസിൽ വാദം തുടരുന്നതിനിടെയാണ്
കേന്ദ്ര ഹരിത ട്രിബ്യൂണൽ നിലവിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേന്ദ്ര മലിനീകരണ ബോർഡിനെ ചുമതലപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റിടങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ ഇവിടെ നിന്ന് മാറ്റി നിർവീര്യമാക്കും. ന്യൂസ് 18 കാസർഗോഡ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.